പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയ കാര്യങ്ങൾ, വിശ്വരൂപം എന്ന പാഠം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് മാഡം തലത്തിനെ പരിചയപ്പെട്ടു, സുധീറിനെ പരിചയപ്പെട്ടു. അതുകൂടാതെ മാഡം തലത്തിൻ്റെ ഭർത്താവായിട്ടുള്ള ഡോക്ടർ തലത്തിനെ പറ്റിയും പരിചയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഒരു കീഴുദ്യോഗസ്ഥനായിരുന്നു നമ്മുടെ സുധീർ. പക്ഷേ അന്ന് സുധീർ കാണാൻ വന്ന ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് മാഡം തലത്ത് എന്ന് വിളിച്ചിരുന്ന ഒരു മോഡേൺ ഔട്ട്ലുക്കുള്ള ഒരു ലേഡിയെ കാണാൻ വേണ്ടിയായിരുന്നു അദ്ദേഹം വന്നിരുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ അവർ കണ്ടത് ഒരു സാധാരണ സ്ത്രീയെയാണ്. വളരെ ലളിതമായ ഒരു ജീവിതം നയിക്കുന്ന ഒരു സാധാരണ സ്ത്രീയെയാണ് സുധീറിന് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതോടൊപ്പം തന്നെ സുധീറിനെ അവർ രണ്ടുപേർക്കും പരസ്പരം കണ്ടപ്പോൾ ആദ്യം മനസ്സിലായില്ലെങ്കിലും പക്ഷേ പിന്നീട് എന്ത് ചെയ്തു, ശബ്ദത്തിലൂടെ രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കുന്നു. അതിനുശേഷം ഇപ്പോൾ ഓരോരോ കാര്യങ്ങൾ സംസാരിച്ചിരിക്കുന്നു. മക്കളെ പറ്റിയും കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ട്, മക്കളെ പറ്റില്ല ചോദിക്കുന്നു. അദ്ദേഹം ചോദിച്ചിട്ട് എന്താണ് സുധീറിനെ കഴിക്കാനുള്ള വസ്തുക്കളൊക്കെ എടുക്കാൻ പോയി. അപ്പോൾ പഴയ മാഡം തലത്തിനെ പറ്റി നമ്മുടെ സുധീർ ഒന്ന് ഓർക്കുകയാണ്. അപ്പോൾ അവരെ പറയുന്നൊരു കാര്യമുണ്ട്, അന്ന് അവരുടെ ആ ഒരു സംഭാഷണ രസികതയും അല്ലെങ്കിൽ അവരുടെ ആ ഒരു നടപ്പും അവരുടെ ആ ഒരു അന്തസ്സും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു നല്ല ഒരു സ്ത്രീ, അതല്ലെങ്കിൽ ഭാരതീയ സ്ത്രീത്വത്തിൻ്റെ അംബാസിഡർ എന്ന് വിളിച്ചിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ആര്, നമ്മുടെ മാഡം തലത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ആ മാഡം തലത്തിനെ പറ്റി ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാഡം തലത്ത് ഭക്ഷണ സാധനങ്ങൾ എടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കുടിക്കാൻ കഴിക്കാൻ എന്തോ എടുക്കാൻ വേണ്ടി അകത്തേക്ക് പോയ സമയത്ത് നമ്മുടെ സുധീർ ഓർക്കുകയാണ്, താൻ അവരെ ആദ്യം കണ്ട ദിവസത്തെ പറ്റി അയാൾ ഓർത്തു. ഡോക്ടർ തലത്തിൻ്റെ സെക്രട്ടറിയായി ചാർജ് എടുത്ത അന്ന് വൈകിട്ടാണ്. ശാന്തനും പണ്ഡിതനും ഹൃദയാലുവായ ഡോക്ടർ ഭാര്യയെ വിളിച്ചു. ആരെയാണ്? ഈ മാഡം തലത്തിനെ പരിചയപ്പെടുന്ന ദിവസം പറയുകയാണ്. ഡോക്ടർ തലത്ത് വന്ന് പരിചയപ്പെടുത്തുകയാണ് കേട്ടോ. അപ്പോൾ ഭാര്യയെ വിളിച്ചിട്ട് പറയണം, നോക്കൂ, നമുക്ക് 5ാമതൊരു കുട്ടി ഉണ്ടായിരിക്കുന്നു. ആരെ പറ്റിയാണെന്നറിയാവോ? സുധീറിനെ പറ്റി പറയുകയാണ്. നമുക്ക് 5ാമതൊരു കുട്ടി കൂടി ഉണ്ടായിരിക്കുന്നു. ഡോക്ടർ തലത്ത് പറയുന്നതാണേ, നമുക്ക് 5ാമതൊരു കുട്ടി ഉണ്ടായിരിക്കുന്നു, ഒരു മകൻ. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്, ഇവൻ കുറച്ചു നാൾ നമ്മോട് കൂടി താമസിക്കും. വളരെ പ്രസക്തമായ ഒരു വരിയാണത്. കാരണം ആ സെൻറ്റൻസിൻ്റെ അർത്ഥം ഒന്ന് ഊഹിച്ചു നോക്കിയാൽ മനസ്സിലാവും. നോക്കുക, നമുക്ക് 5ാമതൊരു കുട്ടി ഉണ്ടായിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ഡോക്ടർ തലത്തിനും മിസ്സസ് തലത്തിനും കൂടി എന്താണ്, 4 മക്കളുണ്ട്. ഓൾറെഡി മുൻകൂട്ടി തന്നെ പറയാം, 4 മക്കളുണ്ട്. അപ്പോൾ നമുക്ക് 5ാമതൊരു മകൻ ഉണ്ടായിരുന്നു, അല്ലേ? ഒരു കുട്ടി ഉണ്ടായിരുന്നു, അവൻ ഒരു മകനാണ്. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. ഏത്? ആ 4 മക്കളിൽ നിന്ന് ഒരു വ്യത്യാസം ഈ മകനുണ്ട്. എന്താണെന്ന് നോക്കുക, ഇവൻ കുറച്ചു നാൾ നമ്മോടുകൂടി താമസിക്കും. അതിൻ്റെ അർത്ഥം മറ്റുള്ളവരിൽ നിന്നൊരു വ്യത്യാസമായിട്ട് ഡോക്ടർ തലത്ത് പറഞ്ഞൊരു കാര്യമാണ്, ഇവൻ നമ്മോടുകൂടി കുറച്ച് നാൾ താമസിക്കും. അതിൻ്റെ അർത്ഥം എന്താണ്? അതായത് മറ്റു 4 മക്കളും ഇദ്ദേഹത്തിനോടൊപ്പം അല്ലെ അവരുടെ അച്ഛനമ്മമാരോടൊപ്പം കൂടുതൽ നാൾ താമസിച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥം അവർ മരണപ്പെട്ടെന്നോ മറ്റൊന്നോ അല്ല, അവർ കൂടെയല്ല താമസിച്ചിരുന്നത്. അതിന് കാരണമുണ്ട്. അതെങ്ങനെയായിരുന്നു എന്നുള്ളത് പറയുന്നുണ്ട്. നോക്കിക്കൊള്ളുക, മിസ്സസ് തലത്ത് ഒരു യജമാനത്തിയുടെ അകൽച്ച പാലിച്ചുകൊണ്ട് മന്ദഹസിച്ച് കൈനീട്ടി. അതായത് പരിചയപ്പെടുത്തുകയാണല്ലോ, അപ്പോൾ പരിചയപ്പെടുത്തുമ്പോൾ ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് കൈനീട്ടിയപ്പോൾ എന്താണ്, അവർക്ക് അന്നൊരു യജമാനത്തിയുടെ അകൽച്ചയുണ്ട്. ആ അകൽച്ചയോടുകൂടിയാണ് എന്ത് ചെയ്യുന്നത്, അവർ കൈനീട്ടിയത്. പക്ഷേ ആ പാണി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈയാണ് കേട്ടോ. ആ പാണികൾ ഗ്രഹിച്ചപ്പോൾ ഇന്നത്തെ പോലെയുള്ള ചൂടില്ലായിരുന്നുവെന്ന് അയാൾ ഓർത്തു. അപ്പോൾ ഇന്ന് എന്തോ ആ മാഡം തലത്തിൻ്റെ കൈകൾക്ക് എന്തോ ഒരു പ്രത്യേക ചൂടുണ്ട്. ആ ചൂട് എന്താണെന്നുള്ളത് അറിയത്തില്ല. പക്ഷേ അന്ന് ആദ്യമായി കണ്ട ദിവസം, കൈ കൊടുത്ത ദിവസം, മാഡം തലത്തിൻ്റെ കൈകൾക്ക് ഈ ഒരു ചൂടുണ്ടായിരുന്നില്ല എന്ന് ആർക്ക് അറിയാമായിരുന്നു? സുധീറിന് അറിയാമായിരുന്നു. മിസ്സസ് തലത്തിൻ്റെ, ഇനി അവരുടെ കാര്യം, മിസ്സസ് തലത്തിൻ്റെ കുട്ടികൾ 4 പേരും അന്നും ഇന്നത്തെ പോലെ 4 സ്ഥലങ്ങളിലാണ് താമസം. മൂത്തവൻ കോളേജ് ഹോസ്റ്റലുകളിൽ, ഇളയവർ ബോർഡിങ്ങിൽ. ഒഴിവിന് വല്ലപ്പോഴും വരും പോകും. കുട്ടികളെല്ലാവരും ഹോസ്റ്റലിലും ബോർഡിങ്ങിലും നിന്ന് പഠിച്ചതാണ്. അതാണ് പറഞ്ഞത്, അച്ഛനമ്മമാരോടൊപ്പം നിന്ന് പഠിച്ചവരല്ല ആര്, മക്കൾ. അപ്പോൾ അവർ ഹോസ്റ്റലിലും ബോർഡിങ്ങിലും ആയിട്ടൊക്കെ നിന്ന് പഠിച്ചതാണ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വരുമെന്നല്ലാതെ വേറെ പ്രത്യേകതയൊന്നുമില്ല.
മിസ്സസ് തലത്ത് കുട്ടികളെ പ്രസവിച്ചെന്ന് മാത്രം മുല കൊടുത്തിട്ടില്ല, താരാട്ട് പാടിയിട്ടില്ല, വാശി പിടിച്ച് കരയുമ്പോൾ ശാസിക്കുകയോ സുഖക്കേടിൽ ശുശ്രൂഷിക്കുകയോ ചെയ്തിട്ടില്ല. അലങ്കരിച്ച ബൊമ്മകളെ പോലെ ഇടയ്ക്ക് ഉമ്മ വയ്ക്കാൻ മാത്രം അവർ അടുത്ത് വരും. ഇതാണ് മാഡം തലത്തും മക്കളുമായിട്ടുള്ള ബന്ധം. അവർ കുട്ടികളെ പ്രസവിച്ചുവെന്ന് മാത്രം. അതിൻ്റെ അർത്ഥം കുട്ടികളെ ശുശ്രൂഷിക്കേണ്ട, അല്ലെങ്കിൽ കുട്ടികളെ ഒരു അമ്മ നോക്കേണ്ടത് എങ്ങനെയാണോ അങ്ങനെയൊന്നും ആരും നോക്കിയിട്ടില്ല, മാഡം തലത്ത് നോക്കിയിട്ടില്ല എന്നർത്ഥം. വാശി പിടിച്ച് കരയുമ്പോൾ ശാസിക്കുകയോ സുഖക്കേടിൽ ശുശ്രൂഷിക്കുകയോ മുല കൊടുക്കുകയോ താരാട്ട് പാടുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവർ അലങ്കരിച്ച ബൊമ്മകളെ പോലെ ഇടയ്ക്ക് ഉമ്മ വയ്ക്കാൻ മാത്രം അടുത്ത് വരും. നമ്മളൊരു പാവക്കുട്ടി എടുത്ത് ഉമ്മ വയ്ക്കുന്നത് എങ്ങനെയാ? അത്രയും ഉള്ളു എന്ത് മാഡം തലത്തിന് മക്കളോടുള്ള താല്പര്യം. വരുന്നു, ഒരു പാവയ്ക്ക് ഉമ്മ കൊടുക്കുന്ന പോലെ അവർ വരുന്നു, ഉമ്മ വാങ്ങുന്നു, പോകുന്നു. ഈ ഒരു ജീവിതാവസ്ഥയായിരുന്നു ആ മക്കൾക്ക് അമ്മയുമായിട്ട് ഉണ്ടായിരുന്നത്. സ്വീകരണ മുറിയിലും ക്ലബിലും നാടകശാലകളിലും പറന്നു കിടക്കുന്ന ഉന്മേഷഭരിതയായി ലേഡിയെ കണ്ടാൽ ഒന്ന് പ്രസവിച്ചതാണെന്ന് പോലും ആരും പറയുകയില്ലല്ലോ. പൗരസ്ത്യ സംസ്കാരം മുഴുവൻ അവർ മറന്നിരുന്നു. പൗരസ്ത്യ സംസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാരതീയ സംസ്കാരമാണ്, അല്ലെ ഭാരതീയരായിട്ടുള്ള നമ്മളെയാണ് പൗരസ്ത്യർ എന്നൊക്കെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ മറ്റുള്ളവരെ, വിദേശീയരായിട്ടുള്ള ആൾക്കാരെ പാശ്ചാത്യർ എന്ന് വിളിക്കും. അപ്പോൾ പൗരസ്ത്യരായ ഇന്ത്യൻ വംശജല്ലേ. അപ്പോൾ ഇന്ത്യയിൽ ജനിച്ച മാഡം തലത്ത് ആ പൗരസ്ത്യ സംസ്കാരം മുഴുവനായിട്ട് എന്ത് ചെയ്തു? മറന്നു പോയിരിക്കുന്നു. ഔപചാരികമായി ചുട്ടപ്പെടുത്താതെ ചിരിക്കാനോ കരയാനോ കൂടി അവർക്ക് കഴിയുമെന്ന് അയാൾ മനസ്സിലാക്കിയിരുന്നില്ല. അങ്ങനെയുള്ള മാഡം തലത്താണ് ഇപ്പോൾ ആ പ്രൗഢ വനിതയാണ്. ഈ കാരണം കൊണ്ടാണ് നമ്മുടെ സുധീറിന് മാഡം തലത്തിൻ്റെ ഈ മാറ്റത്തെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തത്. അത്രയ്ക്ക് പ്രൗഢയായ, അല്ലെങ്കിൽ അത്രയും പ്രൗഢിയോടുകൂടി ജീവിച്ചിരുന്ന, അത്രയും ഒരു യജമാനത്തിയുടെ അന്തസ്സോടു കൂടി ജീവിച്ചിരുന്ന ഒരു സ്ത്രീയാണ്, ആ ലേഡിയാണ് ഇപ്പോൾ ഒരു മാറ്റം. അത്രയ്ക്ക് സുന്ദരിയായ, അത്രയ്ക്ക് പ്രൗഢയായൊരു ലേഡിക്ക് ഇത്രയും മാറ്റം എന്ന് പറഞ്ഞപ്പോൾ സുധീറിന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഒരു ഓട്ടു ഗ്ലാസ്സിൽ ചൂടുള്ള കാപ്പിയും താലത്തിൽ നെയ്യപ്പവും മലരുമായി മാഡം തലത്ത് മെല്ലെ നടന്നു വന്നു. പണ്ട് തൻ്റെ അമ്മ നടന്നു വരാറുള്ളത് പോലെ പലഹാരം അയാളുടെ കയ്യിൽ കൊടുത്തു. കാപ്പി ചൂടാറ്റിക്കൊണ്ട് പറഞ്ഞു, സുധീറിന് രുചിക്കില്ലായിരിക്കും. ഞാൻ തനിച്ച് പാകം ചെയ്തതാണ്. നിവേദ്യത്തിൻ്റെ അപ്പവും മലരും. വേലക്കാരി പുറത്തു പോയിരിക്കുന്നു. അതായത് അന്ന് അവരുടെ പ്രത്യേകത എന്താ? ജീവിച്ചിരുന്നിടത്ത് വേലക്കാരികളെ വെച്ച് പാചകം ചെയ്തിരുന്ന സ്ത്രീയാണ്. ഇന്ന് സ്വന്തമായി പാചകം ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പറയുകയാണ്, എനിക്ക് എൻ്റെ കൈ കൊണ്ട് വെച്ചതാണ്, അതുകൊണ്ട് വലിയ രുചി കാണത്തില്ല, വേലക്കാരി ഇവിടെ ഇല്ല എന്ന്. ഇപ്പോഴും വേലക്കാരി ഉണ്ട്, എങ്കിലും അവരുടെ കൈ കൊണ്ട് ചെയ്തതാണെന്ന് പറഞ്ഞു. അയാൾ അപ്പം മുറിച്ച് വായിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ അമ്മ എന്നും ഉണ്ടാക്കിയിരുന്നതാണ്. അവർ തനിച്ച് പാകം ചെയ്ത് അടുത്തിരുന്ന് തീറ്റും. എനിക്ക് എന്ത് ഇഷ്ടമാണെന്നോ. മാഡത്തിൻ്റെ കൈകൊണ്ട് ഇത് കിട്ടിയല്ലോ, അത് തന്നെ വലിയ കാര്യമെന്ന്. എൻ്റെ അമ്മ ഇതുപോലെയായിരുന്നു. എന്താ, അവരുടെ കൈകൊണ്ട് തന്നെ എല്ലാം വെച്ചുണ്ടാക്കിയിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ സന്തോഷത്തോടെ അവരെ ഭക്ഷണം കഴിപ്പിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ അമ്മയുടെയും ശീലം. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ അതേപോലെയൊക്കെ എനിക്കുണ്ട്, അല്ലെങ്കിൽ അമ്മ ഉണ്ടാക്കുന്ന പോലെ ഉണ്ട് എന്ന് തോന്നിയിട്ട് പറയുകയാണ്, മാഡത്തിൻ്റെ കൈകൊണ്ട് എനിക്കിത് കഴിക്കാൻ കിട്ടിയല്ലോ, വലിയ കാര്യമെന്ന്. അവർ ബെഞ്ചിൽ അയാൾക്കടുത്തിരുന്നു. കാപ്പി ചൂടാറ്റി ഒഴിച്ചു കൊണ്ടിരുന്നു. വീണ്ടും വീണ്ടും അവർ ഒഴിച്ചു. അയാൾ കുടിച്ചു. ചെറിയ ചിരിയോടെ അയാൾ പറഞ്ഞു, മാഡം എത്രയോ തവണ എനിക്ക് കാപ്പി തന്നിട്ടുണ്ട്, എന്നാൽ ഇത്രയും രുചി തോന്നിയിട്ടില്ല. വയററിയാതെ കഴിച്ചു പോകുന്നു. എനിക്ക് ഒരുപാട് തവണ മാഡം പണ്ട് എനിക്ക് ഒരുപാട് തവണ എന്ത് ചെയ്തിട്ടുണ്ട്, ചായ തന്നിട്ടുണ്ട്. പക്ഷേ അന്നൊന്നുമില്ലാത്ത ഒരു രുചി എനിക്ക് ഇന്ന് തോന്നുന്നു. അതിൻ്റെ അർത്ഥം എന്താ? അന്ന് യജമാനത്തിയുടെ അകലം പാലിച്ചു കൊണ്ട് കൊടുത്തു, ഇന്ന് സ്നേഹത്തോടെ കൊടുക്കുന്നു. ആ സ്നേഹം ചാലിച്ച മധുരമാണ് ഇന്ന് വയററിയാതെ കഴിക്കാൻ അദ്ദേഹത്തിന് തോന്നുന്നത്. അവർ തലകുനിച്ചു. ഞാനും സ്വന്തം കൈകൊണ്ട് പാകപ്പെടുത്തി ഇത്ര താല്പര്യപൂർവ്വം ആർക്കും ഇതുവരെ കൊടുത്തിട്ടില്ല. മിസ്സസ് തലത്ത് അല്പനേരം എന്തോ ആലോചിച്ചിരുന്നു. എന്നിട്ട് പറഞ്ഞു, വീട്ടിനെ പറ്റി ഓർക്കുന്നത് ഡോക്ടർ തലത്തിന് ഒരു ലഹരിയായിരുന്നു. തൻ്റെ അമ്മ, തൻ്റെ അമ്മുമ്മ എന്നൊക്കെ വെച്ചാൽ അദ്ദേഹം പറയാറുണ്ട്, ഡോളി, ഭാര്യയെ വിളിക്കുന്ന പേരെ ഡോളി. ഭാരത സ്ത്രീകൾ എത്ര ഭാഗ്യമുള്ളവരായിരുന്നു. അവർ കൊടുക്കുവാൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. കൊടുക്കുന്നതിൽ നിന്ന് മാത്രം എല്ലാം നേടി. അതുകൊണ്ടാണ് അവർ എപ്പോഴും സംതൃപ്തരായിരുന്നത്. നിനക്കതറിയാമോ?
അദ്ദേഹം പറയുന്നതാണ്, മറ്റുള്ളവർക്ക് നൽകുന്നതിലൂടെ, മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിലൂടെയാണ്, അല്ലെങ്കിൽ ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്ന പോളിസി ഉള്ളവരാണ് ആര്? നമ്മുടെ ഭാരതീയർ. മറ്റുള്ളവർക്ക് വെച്ചുണ്ടാക്കി കൊടുക്കുന്നതിൽ, നമ്മൾ വഴിയാത്ര പാടത്തിൽ ഓർത്ത് വെച്ചാൽ മതി, മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനോടാണ് താല്പര്യം, മറ്റുള്ളവർക്ക് നൽകുന്നതിനോടാണ് താല്പര്യം ആൾക്കാർക്ക്. അതൊരു അന്തസ്സാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഭാരത സ്ത്രീകളുടെ ഏറ്റവും കൂടുതൽ ഒരു വലിയ ഗുണമാണെന്ത്? മറ്റുള്ളവർക്ക് നൽകുക എന്നുള്ളത്, മറ്റുള്ളവർക്ക് സ്നേഹത്തോടെ വെച്ചുണ്ടാക്കി നൽകുക, അല്ലെ എന്തും നൽകുക, അങ്ങോട്ട് കൊടുക്കുക എന്നുള്ളത്. അതിൽ നിന്ന് സംതൃപ്തി കണ്ടെത്തിയിരുന്നവരായിരുന്നു ആര്? ഭാരത സ്ത്രീകൾ എന്ന് പറഞ്ഞു. അത് അറിയാമോ നിനക്കെന്ന് ചോദിച്ചു. ഉടനെ അവർ പറഞ്ഞു, അറിഞ്ഞുകൂടായിരുന്നു. ഏറെ നാൾ കഴിഞ്ഞു ഇന്നാണ് എനിക്കതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നത്. എനിക്കറിയത്തില്ലായിരുന്നു, എനിക്ക് ഇന്ന് പക്ഷേ അത് മനസ്സിലാകുന്നു. സുധീർ ഒന്നും മിണ്ടാതെ ആ വൃദ്ധയുടെ സ്നിഗ്ധമായ നനവുള്ള മുഖത്ത് നോക്കി അപ്പവും മലരും ചവച്ചുകൊണ്ടേയിരുന്നു. അതിൻ്റെ രുചി അവരാണ് ആസ്വദിക്കുന്നതെന്നൊന്നും ഇരുവരുടെയും മട്ട് കണ്ടാൽ. മിസ്സസ് സ്ഥലത്ത് ഓർമ്മകളുടെ ഓളക്കുളത്തിലേക്ക് വഴുതി വീഴുകയായിരുന്നു. അവർ ചോദിച്ചു, ന്യൂയോർക്കിലായിരുന്നപ്പോൾ നമ്മുടെ താമസ സ്ഥലത്തിൻ്റെ മുന്നിലുള്ള പാർക്കിൽ ഇളവയിൽ കായാൻ വന്നിരിക്കാനുള്ള ആ വൃദ്ധനെ ഓർക്കുന്നുണ്ടോ? നീണ്ടു മെല്ലിച്ച് ലേശം കൂനും വിറയലുമുള്ള പാവം കിഴവൻ. അയാളെ എനിക്കെന്ന് വെറുപ്പായിരുന്നു. എപ്പോഴും മൂക്കട്ട വലിക്കും, ചെവി കേട്ടുകൂടാ, കീറിപ്പറഞ്ഞ പാൻറ്റും തൊപ്പിയും. ഒരു ദിവസം എൻ്റെ അടുത്ത് വന്ന് അയാൾ ചോദിക്കുകയാണ്, അതായത് അന്നവർ ന്യൂയോർക്ക് താമസിച്ച സമയത്ത് അവിടെ പാർക്കിൽ വരുന്ന ഒരു വൃദ്ധനായ ഒരു ഭിക്ഷക്കാരൻ എന്ന് വേണേൽ പറയാൻ, ആ അവസ്ഥയിലുള്ള ഒരാൾ. അയാൾ വന്ന് നിന്ന് ഈ മാഡം തലത്തിനോട് ചോദിച്ച ഒരു കാര്യം പറയുകയാണ്. മാഡം ഒന്ന് ചോദിക്കട്ടെ, നിങ്ങൾ ഇന്ത്യക്കാർ അച്ഛനമ്മമാരെ ദൈവത്തെ പോലെ വിചാരിക്കുന്നു എന്ന് കേട്ടിട്ടുണ്ട്, അത് ശരിയാണോ? അപ്പോൾ ഈ ചോദ്യം കേട്ട ഉടനെ, നിങ്ങൾ ഇന്ത്യക്കാരെന്നല്ലേ ചോദിച്ചത്, അപ്പോൾ ഈ ചോദ്യം കേട്ട ഉടനെ മാഡം തലത്ത് ആലോചിച്ചു, ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ, എന്നാലും അതേ എന്ന് തലമുടിക്കുക. കാരണം ഇന്ത്യക്കാരങ്ങനെ ചെയ്യും, പക്ഷെ മാഡം തലത്തിൻ്റെ പേഴ്സണലി നോക്കിക്കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്യുമോ എന്ന് എനിക്ക് അറിയില്ല. അയാൾ പറഞ്ഞു, ഞാൻ ഇന്ത്യയിൽ ജനിക്കാൻ ആഗ്രഹിക്കുന്നു മാഡം. ഇന്ത്യ എത്ര നല്ല നാടാണ്, എന്ത് നല്ല നാടാണ്. സുധീർ ഒന്നും പറഞ്ഞില്ല. മിസ്സസ് സ്ഥലത്ത് തുടർന്നു, ഞാൻ ഇന്ത്യയിൽ ജനിച്ചു, പക്ഷേ ജീവിച്ചത് ഇവിടെയല്ലോ. എൻ്റെ അച്ഛനമ്മമാരെ ദൈവത്തെ പോലെ വിചാരിച്ചിട്ടില്ല. അവസാന കാലത്ത് തുടരെ അമ്മ എഴുതിയിട്ടും നാട്ടിൽ വന്ന് താമസിക്കാനുള്ള മടി കൊണ്ട് പോരാതിരിക്കുകയാണ് ചെയ്തത്. കൊടുത്തത് മാത്രമേ നേടാനൊക്കൂ, അല്ലേ സുധീർ? ഞാൻ ആർക്കും ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. മാഡം തലത്ത് പറയാണ്, ഇന്ത്യയുടെ ഒരു പാരമ്പര്യമാണ് നൽകുക എന്നുള്ളത് മറ്റുള്ളവർക്ക്. മറ്റുള്ളവർ ഇന്ത്യയിൽ ജനിക്കാൻ ആഗ്രഹിക്കുന്നു, വിദേശികളായിട്ടുള്ള മറ്റ് സംസ്കാരത്തിൽ ജീവിച്ചവർ. പക്ഷേ മാഡം തലത്ത് പറയുകയാണ്, ഞാൻ ഇന്ത്യയിൽ ജനിച്ചു, പക്ഷേ ജീവിച്ചത് വേറെ സ്ഥലത്താണ്. മറ്റുള്ളവർക്കൊന്നും കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല, അല്ലേ? അതുകൊണ്ട് എനിക്കൊന്നും നേടാനും കഴിയുന്നില്ല. അപ്പോൾ കൊടുത്താൽ മാത്രമേ നമുക്ക് നേടാൻ കഴിയൂ. അത് മാഡം തലത്തിന് തൻ്റെ ഈ അവസാന നാളല്ല, തൻ്റെ ഈ വാർദ്ധക്യ കാലത്താണ് അവർക്ക് മനസ്സിലാവുന്നത്. ഞാനൊന്നും കൊടുത്തിട്ടില്ലല്ലോ, എൻ്റെ അച്ഛനമ്മമാർ വിളിച്ചിട്ട് പോലും നാട്ടിലേക്ക് പോയി അച്ഛനമ്മമാരെ ഒന്ന് കാണാൻ പോലും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അവർക്കും ഞാൻ അവസാന നാളിൽ സ്നേഹം കൊടുത്തിട്ടില്ല. അപ്പോൾ എനിക്കും സ്നേഹം കിട്ടണമെന്ന് എന്താ ഉറപ്പ്? എൻ്റെ മക്കളെ ഞാൻ സ്നേഹിച്ചിട്ടില്ല, അതുകൊണ്ട് അവർ എന്നെയും സ്നേഹിക്കുന്നില്ല. അയാൾ വികാരഭരിതനായി പറഞ്ഞു, അങ്ങനെയല്ല മാഡം, കാലത്തിനും ദേശത്തിനും അനുസരിച്ച് ജീവിതം സ്വയം രൂപപ്പെടുകയാണ്. അന്ന് മാറിയ പരിസ്ഥിതിയായിരുന്നു, അതിൽ അങ്ങേയറ്റം ശോഭിക്കുകയും ചെയ്തു. ഡോക്ടർ തലത്ത് പറയാറുള്ളത് ഓർമ്മയില്ലേ? ഡോളി ഇല്ലെങ്കിൽ ഞാൻ വെറും നിഴലായനെ. സങ്കീർണമായ പ്രശ്നങ്ങളെല്ലാം അവളുടെ ഒരു ചിരിയിൽ മാഞ്ഞു പോകുന്നു. യഥാർത്ഥ നയതന്ത്ര പ്രതിനിധി അവളാണ്. ഭാര്യയെ അംഗീകരിച്ചിരുന്നൊരു ഭർത്താവായിരുന്നു അദ്ദേഹം. അതുകൊണ്ടാണ് പറഞ്ഞത്, യഥാർത്ഥ നയതന്ത്ര പ്രതിനിധി, അല്ലെങ്കിൽ സങ്കീർണമായ പ്രശ്നങ്ങളെയെല്ലാം അവൾക്ക് ഒരു ചിരിയിൽ മായ്ച്ചു കളയാൻ കഴിയുമെന്ന്. മിസ്സസ് തലവുലുക്കി. അതെ, ശരിയാണ്. അദ്ദേഹത്തിന് വേണ്ടി രൂപപ്പെടുത്തിയാണ് എൻ്റെ ഈ ജീവിതം. മറ്റാർക്കും അതിൽ ഇടമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ തനിച്ചു താമസിക്കാൻ ഇഷ്ടപ്പെടുന്നത്. ആശ വിളിച്ചു, പ്രേമ വിളിച്ചു, രവിയും നിർബന്ധിക്കാതിരുന്നില്ല. എന്ത് പൊള്ളയായ ഭംഗിവാക്കുകൾ! അവർക്കറിയാം ഈ കിഴവി ക്രമേണ തങ്ങൾക്കൊരു ഭാരമായി വരികയാണെന്ന്. എൻ്റെ ജീവിതചര്യ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് വരും. അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളിൽ ഞാൻ ഇടപെട്ടു എന്ന് വരും. പോരെങ്കിൽ ഞാൻ മാത്രമല്ലല്ലോ അവർക്ക് ബന്ധുവായുള്ളൂ. മകൾക്ക് ഭർത്താവിൻ്റെയും മകന് ഭാര്യയുടെയും ബന്ധുവലയമുണ്ടല്ലോ. വേണ്ട സുധീർ, വേണ്ട.
ഞാനൊരു ആശ്രിതയാവാൻ ആഗ്രഹിക്കുന്നില്ല. മറ്റൊന്നുമില്ലെങ്കിലും ഞാനായി മരിക്കട്ടെ. ഒരു ബന്ധങ്ങളും വേണ്ട. പറയാണ്, അദ്ദേഹത്തിന് വേണ്ടി, ഭർത്താവിന് വേണ്ടിയായിരുന്നു ഞാൻ അങ്ങനെ ആ ഒരു ജീവിത ശൈലി തന്നെ ഉണ്ടാക്കിയെടുത്തത്. പക്ഷെ എങ്കിലും ആ മാഡം തലത്തിൻ്റെ ആ ഒരു ആർജവം നോക്കണേ, അതിൽ മറ്റാർക്കും ഇടമില്ല. എനിക്ക് തനിച്ച് താമസിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. മക്കൾ വിളിച്ചു എന്നെ, പക്ഷേ എനിക്കറിയാം ഞാൻ വൃദ്ധയാകും തോറും അവർക്കൊരു ഭാരമാകും. അതുമല്ല, അവർക്ക് ബന്ധുക്കളായിട്ട് മറ്റുള്ള ആൾക്കാർ, അവരുടെ ഭാര്യയുടെ അല്ലെ ഭർത്താവിൻ്റെ ബന്ധുക്കളുണ്ടല്ലോ. അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളിൽ ഞാൻ ഇടപെടും എന്നുള്ളത് കൊണ്ട് അവർക്ക് ഞാനൊരു ബുദ്ധിമുട്ടാകണ്ട എന്ന് വെച്ച് ഞാൻ ആരുടെയും ആശ്രിതയാകാൻ ആഗ്രഹിക്കുന്നില്ല. മറ്റൊന്നുമില്ലെങ്കിലും ഞാനായി മരിക്കട്ടെ. ഒരു ബന്ധങ്ങളും വേണ്ട. സുധീർ ആ വൃദ്ധയെ മനസ്സിലാക്കുന്നതായി തോന്നി. അയാൾക്ക് അവരോട് ബഹുമാനം തോന്നി. താപസോചിതമായ ഈ വേഷത്തിലും മാഡം തലത്ത് തന്നെയാണ്. ആ അഭിമാനബോധം, അതേ നിശ്ചയദാർഢ്യം. അയാൾ വാച്ച് നോക്കി. സമയമേറെയായിരിക്കുന്നു, വളരെയായിരിക്കുന്നു. എക്സ്പ്രസ് ട്രെയിനിൽ പോയെങ്കിലേ ഇനി വിമാനത്താവളത്തിൽ സമയത്തിനെത്താൻ കഴിയൂ. അയാൾ എണീറ്റു. യാത്രാനുവാദത്തിനെന്നോണം തല കുനിച്ചു. മാഡം. മിസ്സസ് തലത്ത് പൊട്ടിച്ചെതറിക്കൊണ്ട് വീണ്ടും അയാളെ കെട്ടിപ്പിടിച്ചു. മാഡം തലത്ത് മരിച്ചുപോയി മോനെ. ഡോക്ടർ തലത്തിനോടൊപ്പം അവരും പോയി. ഇത് അമ്മയാണ്, താഴത്ത് കുഞ്ഞിക്കുട്ടിയമ്മ. അങ്ങനെ പറഞ്ഞാലേ ഇന്നാട്ടുകാർ അറിയൂ. അപ്പോൾ പഴയ മാഡം തലത്തെല്ലാം മാറി. അവരുടെ ആ ഒരു സംസ്കാരവും അവരുടെ ശൈലിയും അവരുടെ ഒരു ജീവിത രീതിയും എല്ലാം മാറിയപ്പോൾ മാഡം തലത്ത് എന്ന് വിളിക്കുന്നത് പോലും അവർക്കിപ്പോൾ താല്പര്യമില്ലാതായി. അതുമല്ല, ആ സംസ്കാരവും ആ ശൈലിയും എല്ലാം ഭർത്താവ് മരിച്ചതോടുകൂടി അവർ വിട്ട് ഭാരതീയ സ്ത്രീ ആയിട്ട്, താഴത്ത് കുഞ്ഞിക്കുട്ടിയമ്മയായിട്ട് ജീവിക്കുകയാണ് ആര്? നമ്മുടെ മാഡം തലത്ത്. അങ്ങനെ പറഞ്ഞാലേ ഈ നാട്ടുകാർ അറിയുമെന്നാണ് പറയുന്നത്. സുധീറിൻ്റെ കണ്ണ് നിറഞ്ഞു. അയാൾ അവരുടെ ഭാഗത്തിൽ നമസ്കരിച്ചു. അതെ അമ്മ, അവിടുത്തെ കണ്ടില്ലെങ്കിൽ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗ്യം നഷ്ടപ്പെടുമായിരുന്നു. ഇനിയും വരാം. ഇതെൻ്റെ വീടാണ്, അവിടുന്ന് അമ്മയാണ്. ഇപ്പോൾ വിട തരൂ. ഇപ്പോഴാണ് അവർ മകൻ അമ്മ എന്നുള്ളൊരു സ്ഥാനത്തിലേക്ക് എത്തുന്നത്. മിസ്സസ് തലത്ത് അയാളുടെ മൂർധാവിൽ കൈവച്ച് അനുഗ്രഹിച്ചു. നിനക്ക് നന്മ വരട്ടെ സുധീർ. മിസ്റ്റർ തലത്ത് പറയുമായിരുന്നു, തൻ്റെ പിൻഗാമിയായി വരുന്ന ആളാണ് ഈ പയ്യനെന്ന്. ഇത് സഫലമാകട്ടെ. അവർ ഒന്ന് നിർത്തി, പിന്നെ തുടർന്നു. പക്ഷേ ഒന്ന് ഓർക്കണം, നിങ്ങളുടെ വരാൻ പോകുന്ന ഭാര്യയോട് പറയൂ, കുട്ടികളെ ബോർഡിങ്ങുകളിൽ അയക്കരുതെന്ന്. ആണ്ടോ, തൻ്റെ ജീവിതത്തിൽ നിന്ന് മാഡം തലത്ത് പഠിച്ച ഒരു കാര്യം പറയുക. കുട്ടികളെ ബോർഡിങ്ങിൽ അയക്കരുതെന്ന് നിങ്ങളുടെ ആരോട്? അമ്മയോ അല്ല, നിങ്ങളുടെ ഭാര്യയോട് പറയുക. അവർക്ക് ആയയെ വെക്കരുത്. അമ്മ തന്നെ വളർത്തണം. ശാസിക്കുകയും ലാളിക്കുകയും കൂട്ടുകൂടുകയും വേണം. എങ്കിലേ അമ്മ എന്നത് കുട്ടികളുടെ ഒരു ഭാഗവും കുട്ടികൾ അമ്മയുടെ ഒരു ഭാഗവും ആയി തീരുകയുള്ളൂ. പുതിയ ഭാര്യയെ ഇത് പഠിപ്പിക്കൂ, എന്നാൽ അവർക്ക് സുഖമായിരിക്കും. ഒരു അമ്മയുടെ സ്ഥാനം എന്താണെന്ന് കൃത്യമായി പറഞ്ഞ് പഠിപ്പിക്കുകയാണ് ആര്? മാഡം തലത്ത്. പക്ഷേ അത് ഒരു അമ്മ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ ആർക്ക്? മാഡം തലത്തിന് തൻ്റെ അവസാന നാളുകളിലേക്ക് അല്ലെ വാർദ്ധക്യത്തിലേക്ക് എത്തേണ്ടി വന്നു. തൻ്റെ മക്കളെ താൻ സ്നേഹിക്കാത്തതുകൊണ്ടാണ് തനിക്ക് അവരിൽ നിന്ന് തിരിച്ച് സ്നേഹം കിട്ടാത്തത് എന്നുള്ളത് മാഡം തലത്തിന് മനസ്സിലായി. അതുകൊണ്ട് സുധീറിൻ്റെ ഭാര്യയോട് പറഞ്ഞു കൊടുക്കാനുള്ള കാര്യങ്ങൾ, അല്ലെ ഭാര്യയെ മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ, ഭാര്യയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാകട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുത്തു. സുധീർ ഇപ്പോഴാണ് വാസ്തവത്തിൽ ഞെട്ടിയത്. അയാൾ തുറച്ചു നോക്കി. അവർ തുറന്നു. ഒന്നുമല്ലെങ്കിൽ എല്ലാറ്റിനും ഉപരിയായി കുറേ നല്ല ഓർമ്മകളെങ്കിലും നമ്മോടുകൂടി ഉണ്ടാകുമല്ലോ വാർദ്ധക്യത്തിൽ. ഇനി മക്കളെ നമ്മൾ സംരക്ഷിച്ച് സ്നേഹിച്ച് വളർത്തി എന്നുള്ളത് കൊണ്ട് അവർ നമ്മളെ നോക്കണമെന്ന് ഉറപ്പൊന്നുമില്ലല്ലോ. ഒന്നുമില്ലെങ്കിലും എന്തുണ്ടാവും? ആ മക്കളെ നോക്കി എൻ്റെ ഓർമ്മകളെങ്കിലും ഉണ്ടാവും. ഇവിടെ മാഡം തലത്തിന് അതുപോലുമില്ല. ഓർമ്മകൾ അതുമാത്രമേ ആ വാർദ്ധക്യത്തിന് അവകാശപ്പെട്ടതായുള്ളൂ. സുധീർ, മടങ്ങി വരുമ്പോൾ ഞാൻ ഉണ്ടായി എന്ന് വരില്ല, പക്ഷേ എനിക്ക് നിൻ്റെ മനസ്സിലെങ്കിലും ജീവിക്കണം. സുധീർ പടിയിറങ്ങിയിട്ടും തിരിഞ്ഞു നോക്കി. വാതിൽക്ക് നിൽക്കുന്ന ആ വൃദ്ധ, അവരെ താനിന്ന് യഥാർത്ഥമായി കണ്ടിരിക്കുന്നു. മാഡം തലത്തല്ല, ലേഡിയല്ല, സാമൂഹ്യ പ്രവർത്തകയല്ല, അമ്മ, വെറും അമ്മ. ഓക്കെ, ഒരു സ്ത്രീയുടെ യഥാർത്ഥ ഭാവം, അല്ലെ അവളുടെ വിശ്വരൂപം എന്ന് പറയുന്നത് അവളുടെ അമ്മ എന്ന ഭാവമാണ്. സ്ത്രീ ആയാൽ മാത്രം പോരാ, അമ്മയാകുമ്പോഴാണ് സ്ത്രീ പൂർണ്ണയാകുന്നത്. എന്നാൽ ജന്മം കൊടുത്താൽ മാത്രം മതിയോ? പോരാ.
മക്കളെ പരിപാലിച്ച് സന്തോഷത്തോടെ അവരെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് വളർത്തിയെടുത്ത് 10 മാസം വയറ്റിലും 10 വർഷം കണ്ണിലും ചുമന്ന് മക്കളെ അവരെ പറക്കമുറ്റാറാകുന്ന അല്ലെങ്കിൽ അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു സ്ത്രീ ആയെങ്കിലേ അമ്മ പൂർണ്ണയാകത്തുള്ളൂ. അതാണ് ഇപ്പോൾ ആരിൽ കാണുന്നത്? ആ ഒരു ഭാവമാണ് ഇപ്പോൾ നമ്മുടെ താഴത്ത് കുഞ്ഞിക്കുട്ടി അമ്മ അല്ലെ മേഡം തലത്തിൽ കാണുന്നത്. എന്തൊരു ഉയർച്ചയായിരുന്നു അത്! എന്തൊരു അഭിമാനമായിരുന്നു! അമ്മേ, ഭവതി ഭാഗ്യവതിയാണ്. അവസാനമായെങ്കിലും സ്ത്രീയുടെ ഈ വിശ്വരൂപം ദർശിച്ചുവല്ലോ. സ്ത്രീയുടെ വിശ്വരൂപം എന്നാൽ അവളുടെ അമ്മ എന്ന ഭാവമാണ്, ഓർക്കുക. അപ്പോൾ വിശ്വരൂപം എന്ന തലക്കെട്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒരു സ്ത്രീയുടെ വിശ്വരൂപത്തെ പറ്റിയാണ്, അത് അമ്മ എന്നതാണ്. ഓക്കെ, ഇതാണ് പാഠഭാഗം. അപ്പോൾ എല്ലാവരും പാഠഭാഗം നല്ലതുപോലെ വായിച്ചിട്ട് പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങളെല്ലാം നല്ലതുപോലെ എഴുതി പഠിക്കുക. ഓക്കെ, ശരി.